ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ വീടും നിങ്ങളുടെ ജീവിതവും നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരനുഗ്രഹമായി മാറുന്ന സമയമാണ് ഇത് എന്ന് വിശ്വസിക്കുക. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം സഹനങ്ങളിൽ തുണയാകുന്ന ഒരേശു എന്ന വിഷയമാണ്. സഹനങ്ങളിൽ തുണയാകാനാണ് പലർക്കും സാധിക്കാത്തത്, ഒറ്റപ്പെട്ടു പോകുന്നത്, ആരുമില്ലാത്തൊരു നിരാശയൊക്കെ മനസ്സിൽ കയറുന്നത് സഹനങ്ങളുടെ നടുവിലാണ്. പക്ഷേ സഹനങ്ങളിൽ തുണയായി വരുന്ന ഒരു ദൈവമുണ്ട് നിനക്ക്. സഹനങ്ങളിൽ തുണയായി നിൽക്കുന്ന ഒരേശുവുണ്ട് നിനക്ക്. യോനാ പ്രവാചകൻ ദൈവത്തിൽ നിന്നകന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നപ്പോഴും ദൈവത്തിൻ്റെ കണ്ണുകൾ യോനായെ കാണുന്നുണ്ടായിരുന്നു.